അതെ, ഇവിടെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഘടനയും മനസ്സിലാക്കാത്തവർ പരസ്പര വിരുദ്ധമായ പല ആരോപണങ്ങളും ഉന്നയിക്കുന്നുണ്ട്. ഇപ്പൊ ഈ ലോക കേരള സഭയിൽ വിദഗ്ധ തൊഴിലാളികൾ, ഗാർഹിക തൊഴിലാളികൾ, കെയർ വർക്കർമാർ, ആരോഗ്യ പ്രവർത്തകർ, നിർമ്മാണ തൊഴിലാളി, IT പ്രൊഫഷണൽ, സാങ്കേതിക വിദഗ്ധന്മാർ, യുവ സംരംഭകർ, അതുപോലെ എഴുത്തുകാർ, വ്യവസായികളടക്കം 100 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത്. കഴിഞ്ഞ വർഷം 67 കാര്യങ്ങളാണ് ഒരു ശുപാർശ എന്ന രൂപത്തിൽ തയ്യാറാക്കിയത്. അതിൽ 11 കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന്റെ പരിഗണനാ വിഷയം മാത്രമായതിനാൽ അങ്ങോട്ട് വിട്ടു. ബാക്കി 56 കാര്യങ്ങളിൽ ചെയ്ത കാര്യങ്ങൾ ഈ കേരള സഭയുടെ വെബ്സൈറ്റിൽ തന്നെ കൃത്യമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പ്രവാസി മിത്രവുമായും പ്രവാസികളുടെ റവന്യൂ പരാതികളുമായി ബന്ധപ്പെട്ടുകൊണ്ട്, പ്രവാസി ക്ഷേമനിധി വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതുപോലെ പ്രവാസി ഭദ്രതാ പദ്ധതികൾ വഴി, അതുപോലെ എത്രയോ ആകർഷകമായിട്ടുള്ള പദ്ധതികൾ, എത്രയോ ആയിരക്കണക്കിന് ആളുകൾക്കാണ് വിദേശത്തുള്ള പ്രവാസികൾക്ക് നിയമസഹായം കൊടുത്തത്, സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ നടപ്പാക്കിയത്, നോർക്ക, അതുപോലെ തന്നെ ഫോറിൻ ലാംഗ്വേജുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നോർക്കയുടെ പദ്ധതികൾ ഇംപ്ലിമെന്റ് ചെയ്തത്. അത്തരത്തിൽ 56 കാര്യങ്ങളിൽ നടത്തിയ പദ്ധതികളുടെ കൃത്യമായിട്ടുള്ള പൂർത്തീകരണം, നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പ്രക്രിയയെല്ലാം ഇതിന്റെ വെബ്സൈറ്റിൽ വ്യക്തമാണ്. അതുകൊണ്ട് സംശയമുള്ളവർക്ക് ഈ ലോക കേരള സഭയുടെ വെബ്സൈറ്റിൽ ലോകത്തെല്ലാമുള്ള മലയാളികൾക്ക് അവരുടെ ആശങ്കയും നിർദ്ദേശങ്ങളും പങ്കുവെക്കാൻ ഒരു വേദി വിയോജിപ്പ് അറിയിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ഔചിത്യപൂർണ്ണമായ ഒരു നടപടിയല്ല എന്നാണ് രമേശ് ചെന്നിത്തലയും പ്രതികരിച്ചിരിക്കുന്നത്. ഇന്നിപ്പോൾ ലോക കേരള സഭ കൂടുന്നതിന്റെ ഔചിത്യത്തെയാണ് കൃഷ്ണദാസും ചൂണ്ടിക്കാണിക്കുന്നത്. ജിൻഡോ. അല്ല അരുൺകുമാർ, ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഈ കൃഷ്ണദാസ് പറഞ്ഞ ഒരു കാര്യത്തോട്, ഈ നികുതി പണം ചെലവഴിച്ചുകൊണ്ട് നടത്തുന്ന സന്ദർശനങ്ങളെ കുറിച്ചിട്ട് അദ്ദേഹം വല്ലാതെ വേവലാതിപ്പെടുന്നത് നമ്മൾ കേട്ടു. അത് പൂർത്തിയാക്കിയിട്ട് ഞാൻ ലോക കേരള സഭയെക്കുറിച്ച് പറയാം. ഇവിടെ നരേന്ദ്രമോദി നമ്മുടെ കന്യാകുമാരിയിൽ വന്ന് ധ്യാനത്തിനിരുന്നു. നമ്മുടെയൊക്കെ നികുതി പണം കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് അദ്ദേഹം ധ്യാനം നടത്തി. അദ്ദേഹത്തിന്റെ ചെലവോ, അദ്ദേഹത്തിന്റെ സ്വന്തം ചെലവോ, അദ്ദേഹത്തിന്റെ പാർട്ടി ചെലവിലല്ലോ അത് നടത്തിയ നികുതി പണമല്ലേ. അപ്പോൾ ഇന്ന് കേരളത്തിന്റെ ഒരു മന്ത്രി വിദേശത്തേക്ക് അവിടുത്തെ ആളുകളെ ദുരന്തമുഖത്ത് സന്ദർശിക്കാൻ പോകുന്നതിന്റെ നികുതി പണത്തെക്കുറിച്ച് ആശങ്ക കൊള്ളുന്ന BJP-ക്കാർ അന്ന് അതിനെക്കുറിച്ച് പറയുന്നത് നമ്മൾ കണ്ടില്ല. രണ്ടാമത്തെ പ്രൊസീജിയേഴ്സിനെ കുറിച്ചിട്ടാണ്. എല്ലാ പ്രൊസീജിയേഴ്സിനേക്കാളും വലുതാണ് മനുഷ്യത്വം എന്നുള്ളത് BJP-ക്കാർ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. രണ്ടാമത് താങ്കൾ പറയുന്ന കാര്യം, ലോക കേരള സഭയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം കൃത്യമായിട്ടുള്ള എതിർപ്പ് പറഞ്ഞിട്ടുണ്ട്. കാരണം 3 ലോക കേരള സഭകൾ നടത്തിയിട്ടും എന്താണ് അതിന്റെ ആക്ച്വൽ റിസൾട്ട് എന്ന് ഇതിന് കേരളത്തിന്റെ മുമ്പിൽ ഫാക്ച്വലായിട്ട് പറയാൻ നമുക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. 4ാമത് നടത്തുന്നതും സാമ്പത്തിക ധൂർത്തും കെടുകാര്യസ്ഥതയ്ക്കും മാത്രം വേണ്ടിയിട്ടാണ് ഇതൊക്കെ നടത്തുന്നത്. ഈ 2 സർക്കാരുകൾക്കും വകതിരിവിന്റെ ഒരു പ്രശ്നമുണ്ട്. ഇതൊക്കെ നടത്തുന്ന സമയം, സാഹചര്യം, സന്ദർഭം ഇതൊക്കെ മനസ്സിലാക്കുന്നതിന് വകതിരിവ് വേണം. എത്ര വലിയ ഭരണാധികാരികളായാലും എത്ര ധാർഷ്ട്യമുള്ളവരായാലും ദുരന്തമുഖത്തൊക്കെ ലോക കേരള സഭയൊക്കെ നടത്തി ഇത്തരം മാമാങ്ങൾ നടത്തുമ്പോൾ ഇതിന്റെ റിസൾട്ട് എന്താണെന്നുള്ളതിന്റെ ചർച്ചയേക്കാൾ അപ്പുറം ഇപ്പോൾ ഇത് നടത്തുമ്പോൾ ഈ വകതിരിവ് എന്നുള്ളത് സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്ക് കൂടി ബാധകമാണ് എന്ന് കാര്യം പറഞ്ഞു. ദീർഘമായിട്ടുള്ള ഉദ്ഘാടന പ്രസംഗങ്ങളും മാറ്റിവെച്ചു. അല്ല, നിങ്ങൾ കഴിഞ്ഞ 3 പ്രാവശ്യം നടത്തിയ എന്റർടൈൻമെന്റുകളുടെ ഫലം എന്താണെന്ന് കൂടി പറയണം അരുൺകുമാറെ. കഴിഞ്ഞ 3 പ്രാവശ്യം നടത്തിയ എന്റർടൈൻമെന്റുകളുടെ ഫലം എന്താണ്? എത്ര പ്രവാസികൾക്ക് അനുഗുണമായിട്ടുള്ള, ഗുണകരമായിട്ടുള്ള, കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിക്ക് ഗുണകരമായിട്ടുള്ള എന്ത് പരിപാടികളാണ് ഇവിടെ നടത്താൻ സാധിച്ചിട്ടുള്ളത്? ഫ്ലൈറ്റ് ടിക്കറ്റ് അല്ല, നിങ്ങൾ ഈ മന്ത്രിസഭയ്ക്ക് പിന്തുണ കൊടുക്കുന്ന പാർട്ടി നേതാക്കന്മാർക്ക് മുന്തിയ ഭക്ഷണം കഴിക്കാനും വലിയ ഹോട്ടലിൽ താമസിക്കാനുള്ള സൗകര്യം കൊടുക്കുന്നതിന് വേണ്ടി ലോക കേരള സഭ എന്ന പേരിൽ മാമാങ്കം നടത്തുമ്പോൾ ഈ സംസ്ഥാനത്തിന് അനുകൂലമായിട്ടുള്ള സാമൂഹ്യ വികസനത്തിന് അനുകൂലമായിട്ടുള്ള കഴിഞ്ഞ 3 സഭയിൽ നിന്ന് ഇവിടെ നടപ്പാക്കാൻ സാധിച്ചിട്ടുള്ളത് അത് നിങ്ങൾക്ക് പറയാൻ സാധിക്കണ്ടേ? നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നിലവിൽ കേരളത്തിലുള്ള പ്രവാസികൾ, തിരിച്ചു വന്ന പ്രവാസികൾക്ക്, ഇവിടെ നിലവിലുള്ള പ്രവാസികൾക്ക് അനുകൂലമായിട്ടുള്ള എന്ത് നടപടിയാണ് നിങ്ങൾക്ക് സ്വീകരിക്കാൻ സാധിച്ചിട്ടുള്ളത്? സർക്കാർ എത്ര നഷ്ടപരിഹാരം കൊടുക്കും? അത് നമുക്ക് പ്രത്യേകം ചർച്ച ചെയ്യാം. ഓക്കെ. Debate with Arun Kumar.